ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. നിങ്ങളുടെ ഹീറോ എപ്പോൾ എവിടെയുണ്ട്? ഇപ്പോൾ സുഡുക്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, എവിടെയാണ് ഖമനേയി? കാരണം നെതന്യാഹു ഇന്നലെ പറഞ്ഞു കൊല്ലേണ്ടി വന്നാൽ കൊല്ലും. അപ്പോൾ ചിലർ ചോദിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യത്തില്ലേ ഉള്ളൂ? ഖമനേയി എങ്ങാനും കൊന്നാൽ ഈ യുദ്ധം കൂടുതൽ തീക്ഷ്ണമാവും, സങ്കീർണമാവും, അതല്ലേ സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചപ്പോൾ നെതന്യാഹു വളരെ കൂളായിട്ട് പറഞ്ഞു, അതൊന്നുമില്ല, അതോടെ യുദ്ധം തീരും. കാരണം ഇയാൾ ചത്തുപോയാൽ യുദ്ധം അവസാനിപ്പിച്ചു. കാരണം ഇറാനിലെ ഇസ്ലാമിക മതഭീകര ഭരണം അവസാനിക്കും. അപ്പോൾ മതഭീകരതയാണ് ആഗോള തലത്തിൽ ഭീഷണി ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേലിന് ഭീഷണി ഉണ്ടാകും. നമ്മൾ 79 മുമ്പുള്ള ഇറാൻ, അന്ന് ലോകത്തിലെ 5ാമത്തെ സൈനിക ശക്തിയൊക്കെ ആയിരുന്നു 79 മുമ്പുള്ള ഇറാൻ, ഷാ ഭരണകാലത്ത്. അത് സംബന്ധിച്ച് നമ്മൾ തൊട്ട് പിന്നാലെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, പ്രേക്ഷകർ കാണണം. കാരണം അത് നമ്മുടെ ഇന്ത്യ ഇറാൻ ബന്ധത്തിലുള്ള ആരും ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ 79 വരെയുള്ള ഇറാൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. അതെ, ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആദ്യം ഇറാനിൽ കൊടുക്കുന്നത് ഇസ്രയേലാണ്. അമേരിക്ക കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയുമായും ഇസ്രയേലുമായും നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരു ഇറാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഇസ്ലാമിക ഭരണകൂടം വന്നതിന് ശേഷമാണ് ഈ ബന്ധം വഷളാവുന്നതും ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഇസ്ലാമിക തിയറിയുടെ ഭാഗമായി ഇസ്രയേലുമായി വൈരം തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഖമനേയി അങ്ങ് തീർന്നാൽ ഇറാനിൽ ഉണ്ടാകുമ്പോൾ ഒന്നും ഭരണമാറ്റമാണ്, റിജീം ചേഞ്ചാണ്. ഒരുപക്ഷെ ഷായുടെ ചെറുമകൻ ഇപ്പോൾ US മറ്റോ ഉണ്ട്, അയാളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഭരണാധികാരിയാക്കാൻ അമേരിക്കയും ഇസ്രയേലും ഒക്കെ മുൻകൈ എടുത്തേക്കാം. ഇതാണ് ഒരു സിനാറിയോ. ഇപ്പോൾ ഇന്നലെ നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന, വേണ്ടി വന്നാൽ കൊല്ലും, ഞങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് നെതന്യാഹു പറഞ്ഞതിന് ശേഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്നത് എന്താ അറിയോ? വേർ ഈസ് ഖമനേയി? ഈസ് ഖമനേയി അലൈവ്? ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ? ഖമനേയി എവിടെയാണ്? ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരയുന്ന കാര്യമെന്ന് ഇപ്പോൾ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, എവിടെയാണ് നിങ്ങളുടെ ഹീറോ? ഏതൻസിലേക്ക്, അതായത് ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലേക്ക് നെതന്യാഹുവിനെയും കൊണ്ട് ഇസ്രയേലിൻ്റെ ഔദ്യോഗിക വിമാനം പറന്നു എന്നൊക്കെ ഇവിടുത്തെ മീഡിയ ഫണ്ടൊക്കെ വലിയ കാര്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഇസ്രയേലിലെ വ്യോമസേനാ താവളത്തിൽ വെച്ച് സൈനികരോട് സംസാരിക്കുന്ന നെതന്യാഹുവിൻ്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതൻസിൽ ഒളിവിൽ പോയ, രക്ഷപ്പെട്ടു പേടിച്ചോടിയ നെതന്യാഹു എങ്ങനെയാണ് ഇസ്രായേലിലെ സൈനിക താവളത്തിൽ സൈനികരോട് സംസാരിക്കുന്നത്? സൈനികരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മൾ വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവരുടെ ന്യൂക്ലിയർ ശേഷി നശിപ്പിക്കുന്നതിൽ നിർണായക വിജയം നേടി. 2, ഇവൻ്റെ പക്കലുള്ള മിസൈൽ ശേഷിയുടെ 3/1 നമ്മൾ തകർത്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ നിർണായക വിജയത്തിലേക്ക് അടുക്കുകയാണ്. വി ആർ ഓൺ ദ പാത്ത് ടു വിക്ടറി. നമ്മൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി വളരെ കുറച്ച് ദൂരമേ പോകാനുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന നെതന്യാഹുവിൻ്റെ വീഡിയോ ലഭ്യമാണ്. എവിടെ? ഇസ്രയേലിലെ എയർബേസിൽ നെതന്യാഹു സംസാരിക്കുന്നു. അപ്പോൾ എവിടെയാണ് സുഡുക്കളെ നിങ്ങളുടെ ഹീറോ? ഇപ്പോൾ വരുന്ന വിവരം, ഖമനേയിയെ ഇറാൻ അതീവ രഹസ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചാൽ നോർത്ത് ഈസ്റ്റ് ടെഹ്റാനിലുള്ള ലാബിസാൻ എന്ന് പറയുന്ന പ്രദേശത്ത് എവിടെയോ ഉള്ള ഒരു ഭൂഗർഭ അറയിലേക്ക് മാറ്റിയിരിക്കുന്നു. കാരണം ഇതുവരെ അവർ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ ഖമനേയിയെ കൊല്ലാനൊന്നും ശ്രമിക്കത്തില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു വേണ്ടി വന്നാൽ കൊല്ലും എന്ന് പറഞ്ഞതോടെ ഇറാൻ അടിമുടി വിറച്ചുപോയി എന്ന് പറഞ്ഞ് മാത്രമല്ല, ഇറാന് ഇപ്പോൾ ഒരവസ്ഥ എന്നാൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധം മുഴുവൻ തകർന്നു. ഇറാൻ്റെ ആകാശം ഇപ്പോൾ ഞങ്ങളുടെ കീഴിലാണ്. ഞങ്ങളൊരു ടെഹ്റാനിൽ നിന്ന് ടെൽ അവീവിലേക്ക് ഞങ്ങളൊരു വ്യോമ കോറിഡോർ തുറന്നിരിക്കുന്നു. ഞങ്ങളുടെ വിമാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇറാൻ്റെ ആകാശത്തൂടെ പറക്കാം. ഇറാൻ്റെ വിമാനങ്ങൾ പൊങ്ങില്ല, ഇറാൻ്റെ വ്യോമ പ്രതിരോധം തകർന്നു. ഇനി ഇറാൻ്റെ ആകാശം ഞങ്ങളുടേതാണ്. ഇറാൻ അവരുടെ ആകാശത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി നെതന്യാഹു സമ്മതിക്കണം. ആ തരത്തിലേക്ക് സമ്പൂർണമായ വ്യോമാധിപത്യം ഇറാനുമേൽ ഇസ്രയേൽ നേടിയെടുത്തു എന്ന് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ നിർണായകമായ ആകാശ മേൽക്കോയ്മ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി സംഭവിക്കാവുന്ന ആകാശ മേൽക്കോയ്മ
നേടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം 200 വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. ഇന്നലെ തിങ്കളാഴ്ച രാത്രി ആക്രമണം നടത്തിയ 50 ഫൈറ്റർ ജെറ്റുകൾ പോയിട്ട് നിർണായക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. അങ്ങനെയാണ് നമ്മൾ അവരുടെ ടെലിവിഷൻ ചാനലിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടല്ലോ, ആങ്കർ എണീറ്റ് ഓടുന്നവരെ നമ്മൾ കണ്ടു. അങ്ങനെ വലിയ ആക്രമണങ്ങൾ നടത്തി വലിയ സമ്പൂർണമായ വിജയത്തിലേക്ക് ഈ ഇറാനെ പരാജയത്തിലേക്ക് ഇസ്രായേൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇനി റിസ്ക് എടുക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഖമനയെ ലാവിസാൻ ഏരിയയിലെ എവിടെയോ ഉള്ള ഭൂമിക്കടിയിലെ തുരങ്കത്തിലേക്ക് മാറ്റി. ഈ നമ്മുടെ ഖമനയ്ക്ക് ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരിക്കുന്ന പുതിയ കാര്യമൊന്നുമില്ല. ലെബനോണിൽ ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ വൈദ്യുതി പോലും ഇല്ലാത്ത തുരങ്കത്തിലാണ് പുള്ളി പോയത്. കാരണം കറണ്ടിൻ്റെ വല്ല ബൾബാണ്, അത് പൊട്ടിയാലോ, തേപ്പ് പൊട്ടിയാലോ, ഹീറ്റർ പൊട്ടിയാലോ, AC പൊട്ടിയാലോ, റേഡിയോ പൊട്ടിയാലോ എന്നുള്ള പേടിയുണ്ട് ഖമനയെ അന്ന് പോയി ഒളിച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് തവണ, കഴിഞ്ഞ തവണ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി. അന്നും അണ്ടർഗ്രൗണ്ടിൽ പോയിരുന്നു. അന്നും അണ്ടർഗ്രൗണ്ടിൽ പോയപ്പോഴത്തേക്ക് പുള്ളിയുടെ മകൻ മോജ്തബ ഖമനയി കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ മോജ്തബ ഖമനയി മാത്രമല്ല, മറ്റ് 2 മക്കളായ മസൂദും മസ്തഫയും കൂടെയുണ്ട്. അതായത് വീട്ടുകാരടക്കമാണ് ഖമനയി എന്ന് പറയുന്ന 85 വയസ്സുകാരനായ ഈ നേതാവ്, പരമോന്നത നേതാവ്, പടുവൃദ്ധനായ മതഭീകരൻ, നിങ്ങൾ നേതാവെന്നൊക്കെ വിളിച്ചു, പടുവൃദ്ധനായ മതഭീകരൻ ഭൂമിക്കടിയിൽ ഒരു എലിയെ പോലെ പതുങ്ങി ചുരുണ്ടിരിക്കുന്നത്. നെതന്യാഹു ഇപ്പോഴും എയർബേസുകളിൽ, പട്ടാള ക്യാമ്പുകളിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. അപ്പോൾ ഈ വ്യോമപാതം മുഴുവൻ ഇസ്രായേൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഇറാൻ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കൂടി ആയിരിക്കില്ലേ? അങ്ങനെ ഒരു, അതായത് ഇപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ചറുകൾ മുഴുവൻ തകർത്തു. അതായത് 120 എണ്ണം ഇന്നലെ രാത്രി 50 വിമാനങ്ങൾ പോയി നടത്തിയ വ്യോമാക്രമണത്തിൽ തകർന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവരുടെ ഈ വ്യോമ പ്രതിരോധത്തിന് വേണ്ടിയുള്ള സർഫസ് ടു സർഫർ മിസൈൽ സംവിധാനങ്ങളുടെ 1/3 തകർത്തു. ബാക്കി തകർക്കാനുള്ള നീക്കത്തിലാണ്. ഇതോടുകൂടി ഇവർക്ക് വ്യോമ പ്രതിരോധം ഏതാണ്ട് ഇല്ലാണ്ടായി. ടെഹ്റാൻ്റെ ആകാശത്ത് സമ്പൂർണ്ണ മേധാവിത്വം ഇപ്പോൾ ഞങ്ങൾ കാണുന്നതാണ് ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നത്. പ്രതിരോധ മന്ത്രി ഒഫീഷ്യലി പ്രഖ്യാപിച്ചു, ഞങ്ങൾക്കാണ് ഇനി ആദ്യം. പിന്നെ മാത്രമല്ല, ഈ ഖമനയുടെ അടുത്ത് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സേനാ വിഭാഗമുണ്ട്, ഖുദ് ഫോഴ്സ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ എലീറ്റാണ്, സ്പെഷ്യൽ മിലിറ്ററി ഫോഴ്സാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കപ്പെട്ടു. ഇന്നലെ 224 മരണമാണ്. 1400ഓളം പേർക്ക് ഇന്നലെ രാത്രി മാത്രം പരിക്ക് പറ്റുകയും 224 പേർ ഇറാനിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ സമ്പൂർണ്ണമായ ഒരു പരാജയത്തിലേക്ക് ഇറാൻ നീങ്ങണം. ഇറാനെ സംബന്ധിച്ച് പണ്ടേ ദുർബലമാണ്. വലിയ ആയുധശേഷി, കുറേ മിസൈലുകൾ മാത്രമേ, ഒറ്റ യുദ്ധവിമാനമില്ല പറക്കാവുന്ന കണ്ടീഷനിൽ. പറന്ന ഇസ്രായേൽ അടിച്ചു വീഴ്ത്തും. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പം യുദ്ധം ഖമനയെ കൊണ്ട് ഒളിപ്പിച്ചു. പെഷസ്ക്യാൻ പറയുന്നുണ്ട് നിങ്ങൾ തിരിച്ചടി രൂക്ഷമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഖമനയും ഇടുന്നില്ല, പെഷസ്ക്യാനാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അബ്ബാസ് അരഗാച്ചി പറയുന്നു, ഈ ലോകത്തെമ്പാടും സമാധാനം വേണമെന്നൊക്കെ പറയുന്നവരാണ് അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇസ്രായേലിനോട് പറഞ്ഞിട്ട് യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾ പേടിച്ചിട്ടുണ്ട് ഇസ്രായേലെ ഒന്നും. ഞങ്ങൾക്ക് നിവർത്തില്ല. അമേരിക്ക എൻ്റെ പൊന്ന് ട്രംപ് ചേട്ടാ എങ്ങനെയെങ്കിലും ആ ബീബി ചേട്ടനോടൊന്ന് പറഞ്ഞിട്ട് ഈ അടിയൊന്ന് നിർത്തൂ എന്നല്ലേ പച്ച മലയാളം. അതെ. അതുകൂടാതെ വാർത്തകൾ വരുന്നു, ഖത്തർ, സൗദി, ഒമാൻ, ഈ 3 രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണ്. ഈ 3 രാജ്യങ്ങളുടെ അടുത്തും ഇറാൻ സമ്മർദ്ദം ചെലുത്തുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും അമേരിക്കയോട് പറഞ്ഞിട്ട് യുദ്ധം ഒന്ന് ഒഴിവാക്കി തരിക. കാരണം ഇറാനിലെ ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇറാനിൻ്റെ ഓയിൽ ഫീൽഡുകൾ തകർക്കപ്പെട്ടു, ന്യൂക്ലിയർ മേഖല തകർക്കപ്പെട്ടു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. ഒപ്പം നെതന്യാഹു നിരന്തരം ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളുടെ സർക്കാരിനെ മാറ്റാൻ ഇതാ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു, നിങ്ങൾ ഇറാൻ്റെ കൊടിയും പിടിച്ച് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതു എന്ന് പറഞ്ഞാൽ ഒരു ആഭ്യന്തര കലാപത്തിനുള്ള ആഹ്വാനം കൂടെ നടത്തുകയാണ്. കാരണം ജനങ്ങൾ വലിയ തോതിൽ ഇസ്രായേലിന് നന്ദി പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇറാനികൾ രംഗത്തിറങ്ങുന്നുണ്ട്. ഇറാനിൽ പോലും നമ്മൾ വീഡിയോകളുണ്ടോ, തുരങ്കങ്ങളിലും റോഡ് വക്കിലും ഒക്കെ നിന്നിട്ട് ആളുകൾ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കുന്നു. അപ്പോൾ വലിയൊരു നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ തോൽക്കുക മാത്രമല്ല, ഭരണത്തിൽ നിന്ന് പുറത്താവുന്നു എന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഖമനയി നേരിടുന്നുണ്ട്, പെഷസ്ക്യാൻ നേരിടുന്നുണ്ട്. ഇറാൻ വല്ലാത്ത ഒരു
ആശങ്കയില്ല. ഇറാനിലെ ഭരണകൂടം വല്ലാത്ത ആശങ്കയിൽ പതറി ഖമനയെ ഒളിപ്പിച്ചു എന്ന് മാത്രമല്ല അമേരിക്കയുടെ പിന്നാലെ നടന്ന് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ സാധ്യമാക്കി തരണേ എന്നുള്ള നിലവിളിയുമായി അബ്ബാസ് അരഗാച്ചി വരുന്നു, പരസ്യമായി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു. ഒപ്പം തന്നെ സൗദി, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഉപയോഗിച്ച് അമേരിക്കയോട് സംസാരിച്ച് യുദ്ധം നിർത്താനുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുകയാണ്. അതാണിപ്പോൾ ഏറ്റവും പുതിയ ലോകത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാറിയോ എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും കേരളത്തിലെ സുടുക്കൾ, കേരളത്തിലെ മീഡിയ ഫണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, എന്താണ്, ഇറാൻ മുന്നേറുകയാണ്, ഇസ്രയേൽ വിറയ്ക്കുകയാണ്, ഇസ്രയേൽ ജൂതന്മാരുടെ കഥ കഴിയുകയാണെന്നൊക്കെ പറയും. അത് ഈ കഴുത കരഞ്ഞ് തീർക്കും എന്ന് പറഞ്ഞുള്ള ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഏതായാലും ചോദ്യം ബാക്കിയാണ്, ഖമനയി എന്ന് പറയുന്ന നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എവിടെയാണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.